Welcome to Electrochemistry. Section 1. Electrochemical cells. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ് ആണ്. Question number 1. What are electrochemical cells? Or galvanic cells or voltaic cells. മൂന്ന് പേരുകളാണ്. ഇലക്ട്രോകെമിക്കൽ സെൽസ് അല്ലെങ്കിൽ ഗാൽവനിക് സെൽസ് അല്ലെങ്കിൽ വോൾട്ടേക് സെൽസ്. എന്താണ് ഇലക്ട്രോകെമിക്കൽ സെൽസ്? Cells in which chemical reactions produce electricity are known as electrochemical cells. രാസപ്രവർത്തനം കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന സെല്ലുകൾ, കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന സെല്ലുകൾ, ഇവയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ സെൽസ് അല്ലെങ്കിൽ ഗാൽവനിക് സെൽസ് അല്ലെങ്കിൽ വോൾട്ടേക് സെൽസ്. ഇപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഇലക്ട്രിസിറ്റി, കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സെല്ലുകൾ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡാനിയൽ സെൽ, ലെക്ലാൻഷേ സെൽ, ലെക്ലാൻഷേ സെൽ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ലെഡ് സ്റ്റോറേജ് സെൽ, മെർക്കുറി സെൽ, ഫ്യുവൽ സെൽ, ഇവയെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സെല്ലുകളാണ്. ഡാനിയൽ സെൽ, ലെക്ലാൻഷേ സെൽ, നമ്മുടെ ഡ്രൈ സെല്ലിൻ്റെ, ടോർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രൈ സെല്ലിൻ്റെ ചേട്ടനാണ് ലെക്ലാൻഷേ സെൽ. അതിൻ്റെ വലിയ രൂപമാണ് ലെക്ലാൻഷേ സെൽ, ഡ്രൈ സെല്ലിൻ്റെ വലിയ രൂപം. ലെഡ് സ്റ്റോറേജ് സെൽ, മെർക്കുറി സെൽ, ഫ്യുവൽ സെൽ, ഇതെല്ലാം ഇലക്ട്രോകെമിക്കൽ സെല്ലുകളാണ്. അടുത്ത ചോദ്യം, വാട്ട് ആർ ഇലക്ട്രോളിറ്റിക് സെൽസ്? ഇലക്ട്രോളിറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ വിപരീതം. ഇലക്ട്രോകെമിക്കൽ സെൽസിൻ്റെ നേരെ വിപരീതം എന്തായിരിക്കും? ഇലക്ട്രിസിറ്റി കൊണ്ട് കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്ന സെല്ലുകൾ. ഇലക്ട്രിസിറ്റി കൊണ്ട് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് ഇലക്ട്രോളിറ്റിക് സെൽസ്. കറണ്ട് കൊടുത്താണ് കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്നത്. സെൽസ് ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസസ് കെമിക്കൽ റിയാക്ഷൻസ് ആർ നോൺ ആസ് ഇലക്ട്രോളിറ്റിക് സെൽസ് അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് നടക്കുന്ന സെല്ലുകൾ എന്ന് പറഞ്ഞാലും മതി. ഇലക്ട്രോളിസിസ് നടക്കുന്ന സെല്ലുകൾ. ഇലക്ട്രോളിസിസ് നടക്കണമെങ്കിൽ കറണ്ട് കൊടുക്കണം, ഇലക്ട്രിസിറ്റി കൊടുക്കണം. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുത്ത് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരം സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിറ്റിക് സെൽസ്. എക്സാമ്പിൾ കോപ്പർ വോൾട്ടാമീറ്റർ. കോപ്പർ വോൾട്ടാമീറ്റർ ഇത് ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. വേറെയുമുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കാസ്റ്റ്നർ കെൽനർ സെൽ, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. കാസ്റ്റ്നർ കെൽനർ സെൽ, കാസ്റ്റ്നർ കെൽനർ സെൽ. ഇങ്ങനെ ഇലക്ട്രോളിസിസ് നടത്തുന്ന ധാരാളം സെല്ലുകളുണ്ട്. അവയെല്ലാം ഇലക്ട്രോളിറ്റിക് സെൽസാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകും. Write a note on Daniel's cell.
ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് ഡാനിയൽ സെൽ. അതിൻ്റെ ഡയഗ്രാം നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഡയഗ്രാം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ റിയാക്ഷൻസ് ഒന്നും നോക്കേണ്ട, അതെല്ലാം പിന്നീട് പറയാം. എന്തൊക്കെയാണ് ഇതിലുള്ളത്? ലെഫ്റ്റ് സൈഡിൽ ഒരു ബീക്കർ അല്ലേ, ഒരു പാത്രം ഇങ്ങനെയുണ്ട് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിലും ഒരു ബീക്കർ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ ബീക്കർ. ഓക്കെ, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തൊക്കെയാണ് ഇതിലെടുത്തിട്ടുള്ളത്? ലെഫ്റ്റ് സൈഡിലെ ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. സിങ്ക് സൾഫേറ്റ്, അതിൽ സിങ്ക് റോഡ് മുക്കി വെച്ചിരിക്കുന്നു, ഡിപ്പ് ചെയ്തിരിക്കുന്നു. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ ഒരു ബീക്കറുണ്ട്, അതിൽ സിങ്ക് സൾഫേറ്റ് എടുത്തു, അതിൽ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്നു, മുക്കി വെച്ചിരിക്കുന്നു. ഇത് ക്ലിയർ ആയല്ലോ. ഇനി റൈറ്റ് സൈഡിലെ ബീക്കറിൽ എന്തൊക്കെയുണ്ട്? കോപ്പർ സൾഫേറ്റ്, ഈ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് കോപ്പർ സൾഫേറ്റ്. ഇതിൽ കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇപ്പം ലെഫ്റ്റ് സൈഡിലും ഒരു ബീക്കർ, റൈറ്റ് സൈഡിലും ഒരു ബീക്കർ. ഈ ബീക്കറിൽ എടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ സിങ്ക് സൾഫേറ്റ്, റൈറ്റ് സൈഡിൽ കോപ്പർ സൾഫേറ്റ്. സിങ്ക് സൾഫേറ്റിൽ സിങ്ക് റോഡുണ്ട്, കോപ്പർ സൾഫേറ്റിൽ കോപ്പർ റോഡുണ്ട്. ഓക്കെ, ഇതിനെ ബീക്കർ എന്നൊന്നുമല്ല പറയുന്നത്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് സെല്ലുകൾ. ഇടത്ത് ഭാഗത്ത് ഒരു ഹാഫ് സെൽ, വലത്ത് ഭാഗത്ത് ഒരു ഹാഫ് സെൽ. ലെഫ്റ്റ് സൈഡിലെ ഹാഫ് സെൽ, റൈറ്റ് സൈഡിലെ ഹാഫ് സെൽ. ലെഫ്റ്റ് സൈഡിലെ ഹാഫ് സെല്ലിനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് വിളിക്കും. ലെഫ്റ്റ് സൈഡിലെ ഹാഫ് സെല്ലിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്സിഡേഷൻ ഹാഫ് സെൽ. അപ്പോൾ റൈറ്റ് സൈഡിലെ ഹാഫ് സെല്ലിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? റിഡക്ഷൻ ഹാഫ് സെൽ. റൈറ്റ് സൈഡിലെ ഹാഫ് സെല്ലിനെ വിളിക്കുന്ന പേര് റിഡക്ഷൻ ഹാഫ് സെൽ. റൈറ്റ് സൈഡിൽ റിഡക്ഷൻ ഹാഫ് സെൽ, RR, ഓർമ്മിക്കാൻ എളുപ്പമാണ്. റൈറ്റ് സൈഡിൽ റിഡക്ഷൻ ഹാഫ് സെൽ. ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ എന്താണുള്ളത്? സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ്. ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ എന്താണ് ഉള്ളത്? സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ്. റിഡക്ഷൻ ഹാഫ് സെല്ലിൽ എന്താണുള്ളത്? കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്. എന്താണ്? കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്. ഇപ്പം രണ്ട് ഹാഫ് സെല്ലുകളെ പരിചയപ്പെട്ടു, ഓക്സിഡേഷൻ ഹാഫ് സെല്ലും റിഡക്ഷൻ ഹാഫ് സെല്ലും. ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സിങ്ക് റോഡാണ് ആനോഡ്. സിങ്ക് റോഡാണ് ആനോഡ്. ആനോഡിൽ നടക്കുന്ന പ്രോസസ് ഓക്സിഡേഷനാണ്. ആനോഡിൽ നടക്കുന്ന പ്രോസസ് ഓക്സിഡേഷനാണ്. ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ആനോഡിൽ നടക്കുന്നത്. ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ സിങ്ക് റോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. സിങ്ക് ആണ് ആനോഡ്. ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ശ്രദ്ധിക്കണം, ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അതാണ് ആനോഡ്. അല്ലാതെ പോസിറ്റീവും നെഗറ്റീവും ചാർജ് വെച്ചുകൊണ്ടല്ല ആനോഡും കാഥോഡും പറയേണ്ടത്. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണോ അതാണ് ആനോഡ്. ഇപ്പോൾ സിങ്ക് റോഡാണ് ആനോഡ്, അതിന് നെഗറ്റീവ് ചാർജാണ്. സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ് ഇലക്ട്രോൺ ഒഴുകുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ എവിടെ നിന്ന് എവിടേക്കാണ്? സിങ്ക് റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്കാണ്. കോപ്പർ റോഡിൽ നടക്കുന്ന പ്രോസസ് റിഡക്ഷനാണ്.
കോപ്പർ അയോണുകൾ ഇലക്ട്രോണുകളെ സ്വീകരിക്കും. കോപ്പർ അയോണുകൾ ഇലക്ട്രോണുകളെ സ്വീകരിക്കും. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് അതാണ് കാഥോഡ്. എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് അതാണ് കാഥോഡ്. പാനോഡ് സിങ്ക് ആണ്, നെഗറ്റീവ് ചാർജാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, പോസിറ്റീവ് അല്ല. ആനോഡ് സിങ്ക് ആണ്, നെഗറ്റീവ് ചാർജാണ്. കാഥോഡ് കോപ്പറാണ്, അതിൻ്റെ ചാർജ് പോസിറ്റീവാണ്. പാനോഡും കാഥോഡും നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണോ അതാണ് ആനോഡ്. എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അതാണ് ആനോഡ്. എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് അതാണ് കാഥോഡ്. ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യുന്നത് എവിടെയാണോ അവിടെയാണ് ആനോഡ്. ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യുന്നതാണ് ഓക്സിഡേഷൻ. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നത് എവിടെയാണോ അവിടെയാണ് കാഥോഡ്. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. കൺവെൻഷണൽ കറണ്ടിൻ്റെ ഫ്ലോ കോപ്പറിൽ നിന്ന് സിങ്കിലേക്കായിരിക്കും. ഇലക്ട്രോണുകൾ ഒഴുകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൺവെൻഷണൽ കറണ്ട്. അത് പ്രത്യേകം ഓർമ്മിക്കണം. ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചോദിച്ചാൽ കോപ്പറിൽ നിന്ന് സിങ്കിലേക്കാണ്. കൺവെൻഷണൽ കറണ്ട് ഫ്ലോസ് ഫ്രം കോപ്പർ ടു സിങ്ക്. ഇനി എന്താണ് ഈ ചിത്രത്തിൽ ബാക്കിയുള്ളത്? ഈ രണ്ട് ഹാഫ് സെല്ലുകളെ കണക്ട് ചെയ്തുകൊണ്ട് യു ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഇതിനെയാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോൾട്ട് ബ്രിഡ്ജ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട് എന്ന് മാത്രം ഇപ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ രണ്ട് ഹാഫ് സെല്ലുകളെയും കണക്ട് ചെയ്ത് യു ആകൃതിയിലുള്ള ഒരു ട്യൂബ് ഉണ്ട്. അതിനെയാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സാൾട്ട് ബ്രിഡ്ജിനെ കുറിച്ച് വിശദമായി പിന്നീട് പറയാം. ഇപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ ഒരു ചിത്രം നമ്മൾ പരിചയപ്പെട്ടു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം താഴെ പോയിന്റുകളായി എഴുതിയിട്ടുണ്ട്. നോട്ട് എഴുതിയെടുക്കണം. നമുക്ക് നോക്കാം. നോക്കൂ, ചിത്രം. മറ്റൊരു ചിത്രം കൂടെ കാണിച്ചത് മാത്രം. സിങ്ക് സൾഫേറ്റ് ആണ് ഇവിടെ. ഇതിൽ കോപ്പർ സൾഫേറ്റ്. 1 മോളാർ സിങ്ക് സൾഫേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 1 മോളാർ കോപ്പർ സൾഫേറ്റ്. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഇതിൽ കൂടുതലുണ്ട്. ഏത് ചിത്രം വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. സാൾട്ട് ബ്രിഡ്ജിൻ്റെ പ്രവർത്തനമെല്ലാം പിന്നീട് പറയാം. ഈ ചിത്രം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, വോൾട്ടേജ് അളക്കാൻ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. ഇവിടെ നമ്മളൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് വോൾട്ടേജ് നോക്കാൻ വേണ്ടി. വോൾട്ട് മീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പം ചിത്രം വരയ്ക്കാൻ പഠിക്കുക. റിയാക്ഷൻസ് ഒക്കെ പിന്നീട് നോക്കാം. ചിത്രത്തിൻ്റെ കാര്യങ്ങൾ ആദ്യം നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദർ ആർ 2 ഹാഫ് സെൽസ്. 2 ഹാഫ് സെല്ലുകളുണ്ട്. ഓക്സിഡേഷൻ ഹാഫ് സെൽ അറ്റ് ദി ലെഫ്റ്റ് ആൻഡ് റിഡക്ഷൻ ഹാഫ് സെൽ അറ്റ് ദി റൈറ്റ്. ഇടത്ത് ഭാഗത്തുള്ള ഹാഫ് സെല്ലിനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് വിളിക്കും. വലത്ത് ഭാഗത്തുള്ള ഹാഫ് സെല്ലിനെ റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് വിളിക്കും. Oxidation half cell consists of zinc rod dipped in zinc sulfate. സിങ്ക് സൾഫേറ്റിൽ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. സിങ്ക് സൾഫേറ്റിൽ സിങ്ക് റോഡ് മുക്കി വെച്ചിരിക്കുന്നു. 1 മോളാർ സിങ്ക് സൾഫേറ്റാണ് സാധാരണ ഉപയോഗിക്കുന്നത്. റിഡക്ഷൻ ഹാഫ് സെൽ കൺസിസ്റ്റ് ഓഫ് കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിൽ കോപ്പർ റോഡാണ് റിഡക്ഷൻ ഹാഫ് സെല്ലിൽ ഉള്ളത്. ആനോഡ് ഈസ് സിങ്ക് ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നോട്ട് എഴുതിയെടുത്താൽ മതി. കാഥോഡ് ഈസ് കോപ്പർ ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. കാഥോഡ് കോപ്പറാണ്, ഓർക്കാൻ എളുപ്പമുണ്ട്. സി. കാഥോഡ് ഈസ് കോപ്പർ. കാഥോഡ് ഈസ് കോപ്പർ. ഇലക്ട്രോൺ ഫ്ലോ ഈസ് ഫ്രം ആനോഡ് ടു കാഥോഡ്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇലക്ട്രോൺ ഒഴുകുന്നത്. കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഈസ് ഫ്രം കാഥോഡ് ടു ആനോഡ്. നേരെ തിരിച്ചാണ്. ഓക്കെ,
Connecting the two half cells, there is a U-shaped tube known as salt bridge. U-shaped glass tube ആണ്. Glass tube. U-shaped glass tube known as salt bridge. ഗ്ലാസ് കൊണ്ടുള്ള സാൾട്ട് ബ്രിഡ്ജും ഉണ്ട്, ഫിൽട്ടർ പേപ്പർ കൊണ്ടുള്ള സാൾട്ട് ബ്രിഡ്ജും ഉണ്ട്. വളരെ വിശദമായി നമുക്ക് പഠിക്കാനില്ല, എങ്കിലും പറഞ്ഞു എന്ന് മാത്രം. ഗ്ലാസ് കൊണ്ടുള്ള സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്, ഫിൽട്ടർ പേപ്പർ കൊണ്ടും സാൾട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കാം. ഇനി രണ്ട് നോട്ടുകൾ നേരത്തെ പറഞ്ഞതാണ്. ആനോഡ് ഈസ് ദ ഇലക്ട്രോഡ് വേർ ഓക്സിഡേഷൻ ഒക്കേഴ്സ്. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണോ അതാണ് ആനോഡ്. ആൻഡ് കാഥോഡ് ഈസ് ദ ഇലക്ട്രോഡ് വേർ റിഡക്ഷൻ ഒക്കേഴ്സ്. എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് അതാണ് കാഥോഡ്. ഇനി എന്താണ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ ഈസ് ദ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. പല ഡെഫിനേഷനുമുണ്ട്, ഒരു ഡെഫിനേഷൻ ഇതാണ്. ആൻഡ് റിഡക്ഷൻ ഈസ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നതാണ്, നേടുന്നതാണ് റിഡക്ഷൻ. ഓക്കെ, അപ്പം ഡാനിയൽ സെല്ലിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഡാനിയൽ സെൽ. ഇനി സൗകര്യത്തിന് വേണ്ടി ചോദ്യങ്ങൾ ഒന്നുകൂടെ മാറ്റുകയാണ്. ഒന്നിച്ച് പഠിച്ചാലും മതി, പ്രത്യേകം ചോദ്യമാക്കി തരുന്നതെന്ന് മാത്രം. ഗീവ് ദ റിയാക്ഷൻസ് ഇൻ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിൻ്റെ പ്രവർത്തനം, അതിലെ റിയാക്ഷൻസ് എങ്ങനെയൊക്കെയാണ് നോക്കാം. ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷനാണ്. എന്താണ് ഓക്സിഡേഷൻ? ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്യുന്നതാണ് ഓക്സിഡേഷൻ. സിങ്കിൽ നിന്നും 2 ഇലക്ട്രോണുകൾ പുറത്തേക്ക് പോയി, അപ്പോൾ സിങ്ക് അയോൺ ഉണ്ടായി. ഉണ്ടോ? ഇത് ഓക്സിഡേഷനാണ്. സിങ്കിൽ നിന്നും 2 ഇലക്ട്രോൺ പുറത്തേക്ക് പോയി, സിങ്ക് അയോൺ ഉണ്ടായി. 2 ഇലക്ട്രോണുകൾ പുറത്തേക്ക് പോയാൽ ആ 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും വേണം. ഓക്സിഡേഷൻ്റെ ചെലവിലാണ് റിഡക്ഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ്റെ ചെലവിലാണ് റിഡക്ഷൻ നടക്കുന്നത്. ഈ 2 ഇലക്ട്രോണുകളെ ആര് സ്വീകരിക്കും? ഈ 2 ഇലക്ട്രോണുകൾ റിഡക്ഷൻ ഹാഫ് സെല്ലിലേക്ക് പോകും. അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? കോപ്പർ 2+ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പറായിട്ട് മാറും. അപ്പം സിങ്കിൽ നിന്നും വന്ന 2 ഇലക്ട്രോണുകളെ കോപ്പർ 2+ ആണ് സ്വീകരിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് വന്നു, മറ്റൊരു സ്ഥലത്ത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും ചെയ്തു. നെറ്റ് റിയാക്ഷൻ എങ്ങനെ എഴുതാം? അതായത് ഓവറാൾ റിയാക്ഷൻ, മറ്റൊരു പേര് സെൽ റിയാക്ഷൻ എന്നാണ്. സെൽ റിയാക്ഷൻ അങ്ങനെയും എഴുതാം. സെൽ റിയാക്ഷൻ പല പേരുകളും ഉണ്ട്. സെൽ റിയാക്ഷൻ. നെറ്റ് റിയാക്ഷൻ കിട്ടണമെങ്കിൽ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് ആഡ് ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക, സിങ്ക് അല്ലേ. പിന്നെന്താണ് ആഡ് ചെയ്യാനുള്ളത്? കോപ്പർ 2+. കോപ്പർ 2+ ആഡ് ചെയ്യും. 2 ഇലക്ട്രോൺ എന്നത് ക്യാൻസൽ ചെയ്തു പോകും. കാരണം ലെഫ്റ്റ് സൈഡിൽ 2 ഇലക്ട്രോൺ വരുന്നുണ്ട്, റൈറ്റ് സൈഡിലും 2 ഇലക്ട്രോൺ എന്ന് വരുന്നുണ്ട്. ഈ ആരോ മാർക്ക് സമചിഹ്നമായി കരുതിയാൽ മതി. റൈറ്റ് സൈഡിൽ വരുന്നത് സിങ്ക് 2+ഉം കോപ്പറും, സിങ്ക് 2+ഉം കോപ്പറും ഉണ്ടോ. ലെഫ്റ്റ് സൈഡിൽ 2 ഇലക്ട്രോൺ എന്നുണ്ടായിരുന്നു, റൈറ്റ് സൈഡിലും 2 ഇലക്ട്രോൺ എന്നതുണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്തു പോയി. അപ്പം നെറ്റ് റിയാക്ഷൻ നമ്മൾ പഠിക്കണം. ഡാനിയൽ സെല്ലിലെ നെറ്റ് റിയാക്ഷൻ എഴുതുക. ഇങ്ങനെ ആലോചിച്ചാലും മതി. സിങ്ക് 2+ ആയി മാറി. ഇടത്ത് ഭാഗത്ത് സിങ്ക്, വലത്ത് ഭാഗത്ത് സിങ്ക് 2+. ആരോ മാർക്കിൻ്റെ ഇക്കരെ അക്കരെ, ഇക്കരെ സിങ്ക്, അക്കരെ സിങ്ക് 2+. ഇവിടെ നോക്കൂ, കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പറായിട്ട് മാറി. അപ്പം ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. 2 ഇലക്ട്രോൺ ലെഫ്റ്റിലും റൈറ്റിലും വരുന്നുണ്ട്, അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു പോയി. ഇത് വളരെ സിമ്പിളാണ് ആഡ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക, സിങ്ക്, പിന്നെ കോപ്പർ 2+, 2 ഇലക്ട്രോൺ. ആരോ മാർക്ക് സമചിഹ്നമായി കരുതിയാൽ മതി. റൈറ്റ് സൈഡിൽ സിങ്ക് 2+, 2 ഇലക്ട്രോൺ, കോപ്പർ. അപ്പോൾ 2 ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്ത് പോകും. അത് എഴുതി നോക്കണം.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ് ഡാനിയൽ സെല്ലിലെ നെറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഓവറോൾ റിയാക്ഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോൾട്ട് ബ്രിഡ്ജിനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി കാണാം, പരിചയപ്പെടാം. എന്താണ് സോൾട്ട് ബ്രിഡ്ജ്? നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്. സോൾട്ട് ബ്രിഡ്ജ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ് കണക്റ്റിംഗ് ദ ഹാഫ് സെൽസ് ഇൻ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിലെ ഹാഫ് സെല്ലുകളെ കണക്ട് ചെയ്യുന്ന യു ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ്. ഫിൽട്ടർ പേപ്പർ കൊണ്ടുള്ള ഗ്ലാസ് ട്യൂബും സാൾട്ട് ബ്രിഡ്ജും ഉണ്ട്. ഫിൽട്ടർ പേപ്പർ കൊണ്ടുള്ള സാൾട്ട് ബ്രിഡ്ജും ഉണ്ട്. ഗ്ലാസ് ട്യൂബ് കൊണ്ടുള്ളതും ഉണ്ട്. രണ്ട് തരത്തിലുണ്ട്. ഇവിടെ ഗ്ലാസ് കൊണ്ടുള്ള ട്യൂബാണ് പറഞ്ഞിട്ടുള്ളത്. സാൾട്ട് ബ്രിഡ്ജ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ് കണക്റ്റിംഗ് ദ ഹാഫ് സെൽസ് ഇൻ ഡാനിയൽ സെൽ. ഇനി എന്താണ് സാൾട്ട് ബ്രിഡ്ജിലുള്ളത്? ഇറ്റ് കണ്ടെയ്ൻസ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റാൻസ്, അഗാർ അഗാർ. സൂക്ഷ്മജീവികൾക്ക് വളരാനുള്ള ഒരു മീഡിയമാണ് അഗാർ അഗാർ, ജെല്ലി പോലെയുള്ള ഒരു പദാർത്ഥമാണ്. ആൻഡ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ലൈക്ക് അമോണിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് എക്സെട്ര. അപ്പോൾ ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ ജെല്ലി പോലെയുള്ളൊരു പദാർത്ഥമുണ്ട്, അഗാർ അഗാർ. പിന്നെ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അമോണിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പലതുമാവാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അയോണൈസേഷൻ നടത്തുന്ന ഇലക്ട്രോലൈറ്റുകളാണ്. പൊട്ടാസ്യം ക്ലോറൈഡ് K+ എന്നും Cl- എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ മുഴുവനായിട്ടും അയോണൈസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റുകളാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇനി സോൾട്ട് ബ്രിഡ്ജിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം. വളരെ വിശദമായി പരീക്ഷയ്ക്ക് ചോദിക്കില്ല, എങ്കിലും ഒന്ന് പറയാം. സിങ്കിൽ നിന്നും 2 ഇലക്ട്രോണുകൾ പുറത്തേക്ക് പോകുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. സിങ്കിൽ നിന്നും 2 ഇലക്ട്രോണുകൾ പുറത്തേക്ക് പോയാൽ സിങ്ക് 2+ ഉണ്ടാവും. സിങ്ക് 2+ ഈ സൊല്യൂഷനിലേക്ക് വരും, സിങ്ക് സൾഫേറ്റിലേക്ക് വരും. അപ്പം സിങ്ക് 2+ ഈ ബീക്കറിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. സിങ്ക് റോഡ് ഇങ്ങനെ നേർത്ത് വരും അല്ലേ, തേയ്മാനം സംഭവിക്കും. സിങ്ക് റോഡ് ചെറുതായി വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഈ പാത്രത്തിൽ വെച്ചിട്ടുള്ള, ഈ ബീക്കറിൽ വെച്ചിട്ടുള്ള സിങ്ക് സൾഫേറ്റിൽ സിങ്ക് അയോണുകൾ കൂടുതലായി ഉണ്ടാവും, സിങ്ക് അയോൺസ് ഉണ്ടാകും. ഇങ്ങനെ സിങ്ക് അയോൺസ് അധികമായി ഉണ്ടായാൽ പോസിറ്റീവ് ചാർജ് ഇവിടെ അധികമാവും. ഈ സിങ്ക് 2+നെ ന്യൂട്രലൈസ് ചെയ്യാൻ സോൾട്ട് ബ്രിഡ്ജിൽ നിന്നും ആരിറങ്ങി വരും? Cl- ഇറങ്ങി വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ പാത്രത്തിൽ അധികമായി ഉണ്ടാകുന്ന സിങ്ക് 2+ ബാലൻസ് ചെയ്യാൻ വേണ്ടി സോൾട്ട് ബ്രിഡ്ജിൽ നിന്നും Cl- വരും. അതുകൊണ്ട് സിങ്ക് 2+ ഇവിടെ അധികം ഉണ്ടാവില്ല. അധികം വരുന്ന സിങ്ക് 2+നെ Cl- ബാലൻസ് ചെയ്യും. ഇവിടെ സിങ്ക് 2+ നിറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കില്ല, സെല്ലിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നിൽക്കും അല്ലേ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറയും. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ സിങ്കിൽ നിന്നും 2 ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ സിങ്ക് സൾഫേറ്റ് ലായനിയിൽ സിങ്ക് 2+ൻ്റെ അളവ് കുറവായിരിക്കും. സിങ്ക് 2+ൻ്റെ അളവ് കൂടിയാൽ ഓക്സിഡേഷൻ നടക്കില്ല. അപ്പം അധികം വരുന്ന സിങ്ക് 2+നെ സാൾട്ട് ബ്രിഡ്ജിൽ നിന്നും ഇറങ്ങി വരുന്ന Cl- ബാലൻസ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ചാർജിനെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ എന്താണ് നടക്കുന്നത് എന്ന് നോക്കൂ. റൈറ്റ് സൈഡിൽ നടക്കുന്നത് കോപ്പർ 2+ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കോപ്പർ 2+ കോപ്പറായി മാറുന്നുണ്ട്. നമ്മൾ കണ്ടു, കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പറായിട്ട് മാറി. അപ്പോൾ കാഥോഡ് ഇങ്ങനെ തടി കൂടി വരും അല്ലേ. കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്ത് കാഥോഡ് വലുതായി വരും. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ 2+ൻ്റെ അളവ് കുറയും അല്ലേ, പോസിറ്റീവ് ചാർജിൻ്റെ അളവ് കുറയും.
ഈ പോസിറ്റീവ് ചാർജിൻ്റെ അളവ് കുറഞ്ഞാൽ സാൾട്ട് ബ്രിഡ്ജിൽ നിന്നും പൊട്ടാസ്യം അയോൺസ് ഇറങ്ങി വരും. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കോപ്പർ 2+ അളവ് കുറഞ്ഞാൽ പോസിറ്റീവ് ചാർജിൻ്റെ അളവ് കുറഞ്ഞു. ഈ പോസിറ്റീവ് ചാർജിൻ്റെ അളവ് കുറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാൾട്ട് ബ്രിഡ്ജിൽ നിന്ന് K+ ഇറങ്ങി വരും. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ സർക്യൂട്ടിലെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ ഹാഫ് സെല്ലിലെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സാൾട്ട് ബ്രിഡ്ജ് കാരണമാണ്. വളരെ വിശദമായി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, എങ്കിലും പറഞ്ഞു എന്ന് മാത്രം. ഇനി സാൾട്ട് ബ്രിഡ്ജിൻ്റെ റോളുകൾ താഴെ എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. സാൾട്ട് ബ്രിഡ്ജ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇൻ ദ ഇൻറ്റേർണൽ സർക്യൂട്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ സിങ്ക് 2+ അധികം വന്നു, അതിനെ അഡ്ജസ്റ്റ് ചെയ്തു. റൈറ്റ് സൈഡിൽ കോപ്പർ 2+ കുറവായിരുന്നു, അതും അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സാൾട്ട് ബ്രിഡ്ജ് പ്രിവെൻറ്റ്സ് ദ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും നേരിട്ട് കണ്ടുമുട്ടുന്നില്ല. രണ്ട് ലിക്വിഡുകൾ നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ രണ്ട് പാത്രത്തിലെയും സൊല്യൂഷൻസ് നേരിട്ട് കണ്ടുമുട്ടാതെ സാൾട്ട് ബ്രിഡ്ജ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകാതെ സാൾട്ട് ബ്രിഡ്ജ് സഹായിക്കും. അടുത്ത പോയിന്റ്, സാൾട്ട് ബ്രിഡ്ജ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ സൊല്യൂഷൻസ് ഇൻ ദ 2 ഹാഫ് സെൽസ്. രണ്ട് ഹാഫ് സെല്ലിലെ സൊല്യൂഷൻസ് തമ്മിലും ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ രണ്ട് സൊല്യൂഷൻസും നേരിട്ട് കണ്ടുമുട്ടാതെ അവർ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാക്കുന്ന ആളാണ് സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, അടുത്തത് സാൾട്ട് ബ്രിഡ്ജ് മെയിൻറ്റെയിൻസ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇൻ ദ 2 ഹാഫ് സെൽസ്. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നുള്ളത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പറയുന്നത്, അല്ലേ? സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. സിങ്ക് സൾഫേറ്റിൽ സിങ്ക് അയോൺ അധികം വന്നാൽ ഓക്സിഡേഷൻ നടക്കില്ല. അപ്പോൾ സിങ്ക് 2+ അധികം വരുന്നത് സാൾട്ട് ബ്രിഡ്ജ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓക്സിഡേഷൻ സ്മൂത്തായി നടന്നുകൊണ്ടേയിരിക്കും. അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഈ പോയിന്റ് ബൈഹാർട്ട് പഠിക്കുക. സാൾട്ട് ബ്രിഡ്ജ് മെയിൻറ്റെയിൻസ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇൻ ദ 2 ഹാഫ് സെൽസ്. രണ്ട് ഹാഫ് സെല്ലിലെ പ്രവർത്തനങ്ങളും കണ്ടിന്യൂസ് ആയി നടക്കാൻ സാൾട്ട് ബ്രിഡ്ജ് സഹായിക്കും. ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ സ്മൂത്തായി നടക്കും, റൈറ്റ് സൈഡിൽ റിഡക്ഷനും സ്മൂത്തായി നടക്കും. കാരണം ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഫോർ ലോങ് ലൈഫ് ഓഫ് ഡാനിയൽ സെൽ, സാൾട്ട് ബ്രിഡ്ജ് ഈസ് മസ്റ്റ്. സാൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ സെല്ലിൻ്റെ വർക്കിംഗ് പെട്ടെന്ന് നിൽക്കും. കാരണം ലെഫ്റ്റ് സൈഡിൽ സിങ്ക് 2+ നിറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കില്ല. ഓക്സിഡേഷൻ നടന്നില്ലെങ്കിൽ ഇലക്ട്രോൺ കിട്ടില്ല, പ്രവർത്തനം നിന്നു. റൈറ്റ് സൈഡിൽ കോപ്പർ 2+ൻ്റെ അളവ് കുറഞ്ഞാൽ റിഡക്ഷൻ നടക്കില്ല, സെല്ലിൻ്റെ വർക്കിംഗ് പെട്ടെന്ന് നിൽക്കും. ഇത് രണ്ടും സംഭവിക്കാതെ നോക്കുന്നത് സാൾട്ട് ബ്രിഡ്ജാണ്. ഒരുപാട് തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാൾട്ട് ബ്രിഡ്ജ് മാറ്റേണ്ടി വരും. എങ്കിലും സെല്ല് കുറേ കാലം വർക്ക് ചെയ്യാൻ സാൾട്ട് ബ്രിഡ്ജ് സഹായിക്കും. ഇനി ആ വർക്കിംഗ് ഒന്ന് ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട്, താല്പര്യമുള്ള കുട്ടികൾക്ക് നോക്കാം. വളരെ വിശദമായി ചോദിക്കാറില്ല. എന്താണ് സാൾട്ട് ബ്രിഡ്ജിൻ്റെ വർക്കിംഗ്? നോക്കൂ. Cl- ഫ്രം സാൾട്ട് ബ്രിഡ്ജ് എൻറ്റേഴ്സ് ഓക്സിഡേഷൻ ഹാഫ് സെൽ ടു ബാലൻസ് എക്സസ് സിങ്ക് 2+. ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ എക്സസ് സിങ്ക് 2+ ഉണ്ടാവും, ധാരാളം സിങ്ക് 2+ ഉണ്ടാവും. എവിടെ നിന്നാണ് ഈ സിങ്ക് 2+ ഉണ്ടാവുന്നത്? സിങ്ക് റോഡിൽ നിന്നാണ്. സിങ്ക് റോഡിൽ നിന്ന് 2 ഇലക്ട്രോണുകളെ പുറത്താക്കുമ്പോൾ സിങ്ക് 2+ ഉണ്ടാവും. അതാണ് ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ ഉള്ളത്. ആ സിങ്ക് 2+നെ കൈകാര്യം ചെയ്യാനാണ് Cl- സാൾട്ട് ബ്രിഡ്ജിൽ നിന്നും ഇറങ്ങി വരുന്നത്. K+ ഫ്രം സാൾട്ട് ബ്രിഡ്ജ് എൻറ്റേഴ്സ് റിഡക്ഷൻ ഹാഫ് സെൽ ടു അഡ്ജസ്റ്റ് ദ ഷോർട്ടേജ് ഓഫ് കോപ്പർ 2+. നമുക്കറിയാം റൈറ്റ് സൈഡിൽ
കോപ്പർ 2+ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കോപ്പർ 2+ന്റെ അളവ് കുറയുന്നുണ്ട്. ഈ കോപ്പർ 2+ന്റെ അതായത് പോസിറ്റീവ് ചാർജിന്റെ അളവ് കുറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ ആരാണ് സഹായിക്കുക? സാൾട്ട് ബ്രിഡ്ജിൽ നിന്നും വരുന്ന പോസിറ്റീവ് അയോൺ അതായത് K+. ഇങ്ങനെയാണ് സാൾട്ട് ബ്രിഡ്ജിന്റെ വർക്കിംഗ്. അപ്പോൾ വർക്കിംഗ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഈ പോയിന്റുകൾ നന്നായിട്ട് നോക്കുക. ഇതൊക്കെയാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഡാനിയൽ സെല്ലാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ മറ്റു കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ബൈ.